So, dear students, we are going to study about the last part of our By the Hands of Nature, that is snow-clad mountains. So, we are moving to the mountain area. Okay. So, on the snow-clad mountains, you can see that the snow area of the mountain. An intensive snow field shown in the picture 4.24. Such snow fields are formed by continuous snowfall extending over years. വർഷം മുഴുവൻ അവിടെ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? The snow covered mountain extend over vast area and have kilometer thick massive ice ഷീറ്റുകളായിരുന്നു അവിടെ. ഒരു കിലോമീറ്റർ തിക്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അവിടെ ഇങ്ങനെ ഒരു ഐസ് ഷീറ്റ് പോലെ ഉണ്ടാവും. These slowly crawl down from the region of their formation. അല്ലേ? അവരുടെ ഫോം ചെയ്ത റീജിയനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കനം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ക്രൗൾ ഡൗൺ. സച്ച് സ്ലോ മൂവിങ് മാസ് ഓഫ് ഐസ് ഷീൽഡ് കോൾഡ് ഗ്ലേഷ്യർ. അങ്ങനെ ഉണ്ടാകുന്ന ആ വലിയ പീസ് ഓഫ് ഐസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, സ്ലോ മൂവിങ്, അങ്ങനെ പറയും ഗ്ലേഷ്യർ എന്ന് പറയും. വി സ്റ്റഡിഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്. Sand and other rock particles also carried. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറേ സാൻഡും റോക്ക് പാർട്ടിക്കിൾസും പാറകളും ഒക്കെ അതിൻ്റെ കൂടെ പോകും. ക്യാരി ഡൗൺ ബൈ ദിസ് മൂവിങ് മാസ് ഓഫ് ഐസ്. ഈ വലിയ മാസ് ഓഫ് ഐസിൻ്റെ കൂടെ അത് പോകും. The rock particles spike to the bottom of these glaciers, rub against and polish the surfaces which where they move. അത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം റോക്ക് പാർട്ടിക്കിൾസ് ഇങ്ങനെ 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 വഴുതി അറിഞ്ഞിട്ടില്ല പോകും. അപ്പോൾ അതിങ്ങനെ പോളിഷ് ആയിക്കൊണ്ടിരിക്കും. This causes the formation of various glacial erosional landforms ഉണ്ടാകാൻ, താഴെയുള്ള ഓരോ erosional landforms ഉണ്ടാകാൻ ഇത് കാരണം. Glacial landforms are generally confined to the high mountain ranges and the poles. High mountain rangesലും പോൾ റീജിയൻസിലാണ് കാണാം. അവിടെ നമുക്ക് കാണാം എറോഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു മല അവിടെ എന്ത് ചെയ്യുന്നു, ആ ഗ്ലേഷ്യർ അവിടെ ആദ്യം തന്നെ എന്തുണ്ടാകുന്നു, ഗ്ലേഷ്യർ രൂപാന്തരപ്പെടുന്നു. ആ ഗ്ലേഷ്യർ ഇങ്ങനെ ഒഴുകിയപ്പോൾ അവിടെ ജസ്റ്റ് ചെയ്തു ഒരു എഡ്ജ് വന്നു അല്ലേ, ആ ഭാഗം ഇതിങ്ങനെ ചെത്തി പോയതായിട്ട് കാണാൻ കഴിയും. സോ ദാറ്റ് ഈസ് ഹാപ്പൻസ്. ദ മൂവ്മെന്റ് ഓഫ് ഗ്ലേഷ്യർ അലോങ് ദ മൗണ്ടൻ സ്ലോപ്പ് ഈസ് ഡെപിക്റ്റഡ് ഓൺ ദ പിക്ചർ 4.25. ഒബ്സർവ് ദ ചേഞ്ചസ് occurring to the valley of different stages. Different types of valleys as shown in the picture of 4.26 and 4.27. Armchair like valleys. Armchair കൈ വെക്കുന്ന ചെയർ, armchair like valleys are formed called circuits. അതിന് സർക്യൂസ് എന്നാണ് പറയാം. ആംചെയർ ലൈക്ക് അല്ലേ, നമ്മുടെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കൂലേ, ആ ഒരു ഷേപ്പിലുള്ള വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോയിട്ട് മണ്ണും അതുപോലെ തന്നെ അവിടെയുള്ള റോക്ക് പാർട്ടിക്കിൾസും ഒക്കെ. അപ്പോൾ ആംചെയർ ലൈക്കിന് സർക്യൂസ് എന്നാണ്, ഈ ഒരു ഷേപ്പിന് സർക്യൂസ് എന്ന് പറയും. ദ എറോഷൻ കോസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ദ ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അലോങ് ദ വാലീസ് കർവ്സ് ഔട്ട് സ്റ്റീപ്പ് സൈഡഡ് ബോട്ടം യു ഷേപ്പ്ഡ് വാലീസ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു യു ഷേപ്പ്, മൊത്തത്തിൽ ഇങ്ങനെ ഒരു യു ഷേപ്പ് ആയിട്ട് വി ക്യാൻ സീ യു ഷേപ്പ്ഡ് വാലീസ് ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഓക്കെ. The sediments carried down by the glaciers will be deposited in the various part of the valley. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്നതൊക്കെ മല അടിവാരങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അടിഞ്ഞുകൂടുക. These deposition features by glaciers are called moraines. അങ്ങനെ പല മൗണ്ടെയിൻസിൽ നിന്ന് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ സാൻഡ് പാർട്ടിക്കിൾസ്, റോക്ക് പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഇങ്ങനെ ഈ ഗ്ലേഷ്യർസിലൂടെ ഒലിച്ചു വന്ന് അടിഞ്ഞു കൂടുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുക, മൊറൈൻസ് എന്ന് പറയാം. മൊറൈൻസ്. In this picture you can see that moraines. 4.28 picture you can identify the various portions of the valley in which moraines are formed. അല്ലേ, എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഷേപ്പിലാണ് മൊറൈൻസ് വരുന്നതെന്നും എവിടെയാണ് ഈ മൊറൈൻസ് അടിഞ്ഞു കൂടുന്നതെന്നും you can see in this picture. So we have to complete a table. Complete the given worksheet in the light of information gathered from this chapter. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സീ സം പിക്ചേഴ്സ്, റൈറ്റ്? നെയിം ഓഫ് ദ ലാൻഡ് ഫോം. ഏത് ലാൻഡ് ഫോം ആണെന്ന് വി ഹാവ് ടു ഐഡന്റിഫൈ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്? ഫസ്റ്റ് വൺ, can you imagine? Yes, see, clay. Second one, mushroom rocks. Third one, stacks. Fourth one, you can see that circuits. And the fifth one, beaches. And the sixth one, that is birchens, crescent shaped, right? So we got the name of landforms. And you have to identify the geomorphic agent. ഓരോ സ്ഥലത്തും ജിയോമോർഫിക് ഏജന്റ് ആയിട്ട് വാട്ടർ ആണോ, വിൻഡ് ആണോ, ഗ്ലേഷ്യർ ആണോ, സീവേഴ്സ് ആണോ എന്നുള്ളത് അവിടെ എഴുതും.
ദെൻ പ്രോസസ് ഓഫ് ഫോർമേഷൻ, അതെങ്ങനെ ഇറോഷണൽ ആണോ ഡിപ്പോസിഷണൽ ആണോ? ചിലത് ഇറോഷണൽ ആയിരിക്കും, ചിലത് ഡിപ്പോസിഷൻ ആയിരിക്കും. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഒലിച്ച് പോയിട്ടുണ്ടാകുന്നതാണ്, ഡിപ്പോസിഷൻ എടുക്കുന്ന വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. സോ ക്ലിഫ് നോക്കിയാൽ ഇറോഷനിലാണ്, അതുപോലെ തന്നെ മഷ്റൂം റോക്സ് നോക്കിയാൽ ഇറോഷനിലാണ്, സ്റ്റാക്സ് നോക്കിയാൽ അതും ഇറോഷനിലാണ്, അതുപോലെ തന്നെ പിന്നെ ദി സർക്യൂസ് നോക്കിയാൽ അതും ഇറോഷനിലാണ്. ബീച്ചസ് ആൻഡ് ബർച്ചൻസ് ഡിപ്പോസിഷണൽ അല്ലേ? ഓക്കെ. Landforms you have familiarized are those created by erosional and depositional work by external forces. There are number of other landforms as well as Earth surface. Earth surface ഇതല്ലാതെ വേറെയും കുറേ landformsകളുണ്ട്. The elevated regions are leveled down by erosion and low-lying regions are filled by deposition. അല്ലേ? മുകളിൽ നിന്ന് എറോഷൻ സംഭവിക്കുന്നു, അതിൽ നിന്ന് ലോ ലെവലിൽ നിന്ന് ഡിപ്പോസിറ്റ് ആയിട്ട് ഫിൽ ചെയ്യുന്നു. These processes are called degradation and aggradation. ഒരു സ്ഥലത്ത് ഡിഗ്രഡേഷൻ സംഭവിക്കുന്നു, അത് മറ്റൊരു സ്ഥലത്ത് അഗ്രഡേഷൻ സംഭവിക്കുന്നു. അപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോൾ അതിന് ഗ്രഡേഷൻ എന്ന് പറയും. അതായത് ഒരു സ്ഥലത്ത് ഇറോഷൻ അഥവാ കുത്തൊലിപ്പ് സംഭവിച്ച് അവിടെ നിന്ന് ഒഴിച്ചു വരുന്നു, അവിടെ ഇറോഷൻ സംഭവിച്ചു, അതിന് ഡിഗ്രഡേഷൻ, അവിടെ കുറഞ്ഞു, അതുകൊണ്ട് ഡിഗ്രഡേഷൻ ആണ്. അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേരുന്നു, അപ്പോൾ അവിടെ കൂടുന്നു, അപ്പോൾ അഗ്രഡേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഡിഗ്രഡേഷൻ ആൻഡ് അഗ്രഡേഷൻ രണ്ടും കൂടി ചേരുമ്പോൾ അതിന് ഗ്രഡേഷൻ എന്ന് പറയും. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് the JCB is taking soil from one place to another by this tractor and like that. So that is called degradation and one is aggradation. So the surface of Earth is subjected to continued changes due to various external forces. Like ഒരുപാട് external forces മൂലം ഒരുപാട് changes ഉണ്ടാകും. Some of these changes occur rapidly while some occur slowly. അതായത് അപ്പർ കോഴ്സ് ആണെങ്കിൽ വളരെ റാപ്പിഡായിട്ട് ചേഞ്ച് ആവും, മിഡിൽ കോഴ്സ് കുറയും, അതുപോലെ തന്നെ ലോവർ കോഴ്സ് ആണെങ്കിലോ അത് സ്ലോ ആയിട്ട് ഒക്കർ ആവും. ദിസ് റിസൾട്ട് ദ സ്ലോ മൂവ്മെന്റ്സ് ക്യാൻ ബി പെർസീവ്ഡ് ഓൺലി ത്രൂ ദ ഒബ്സർവേഷൻ ഓഫ് എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒറ്റയടിക്ക് നടക്കില്ല, ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നത്. സോ ലുക്ക് അറ്റ് ദ പിക്ചർ, യു ക്യാൻ സീ 4.29 ദ പിക്ചർ. യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് സച്ച് ആക്ടിവിറ്റീസ് ഇൻ യുവർ ലൊക്കേഷൻസ്. ദീസ് പിക്ചർ ഇൻഡിക്കേറ്റ് ദ റോൾ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ബ്രിങ്ങിങ് ചേഞ്ചസ് ഓൺ എർത്ത് സർഫേസ്. ലിസ്റ്റ് സച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതെന്താണ്, ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, മണ്ണെടുക്കുകയാണ്, മണ്ണ് കൊണ്ടുപോയി തട്ടാണ് അല്ലേ? അതുപോലെ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹാവ് ബീൻ ഇൻ യുവർ ലൊക്കാലിറ്റി യു ഹാവ് ടു ഐഡന്റിഫൈ, ലൈക്ക് റിക്ലമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലെ? അഗ്രികൾച്ചർ ഫീൽഡ് നമ്മൾ ഉഴുത് മറിക്കാറില്ല, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, വീടെടുക്കാൻ വേണ്ടി മണ്ണെടുക്കുന്നു അല്ലേ? അതുപോലെ തന്നെ പാറ പൊടിച്ചും ആൻഡ് വി ആർ മേക്കിംഗ് സോ മെനി ഐറ്റംസ് ലൈക്ക് ദാറ്റ്. So you have to identify this picture. So this is all about the chapter by the hands of nature. I hope that you all understand about the full chapter. Thank you for watching.